ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 30 മാർച്ച് 2026, ഈ മാസത്തിലെ 30-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 44-ാമത്തെ ദിവസം, ഈ വർഷത്തെ 89-ാമത്തെ ദിവസം. ഇന്ന് 460-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ആശാ ആഴ്ച. ആഴ്ച നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നോമ്പ് 40 ദിവസത്തിന് ശേഷം അവൻ്റെ അടുത്ത് സാത്താൻ വന്ന് അവനെ 3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ സാത്താനെ യാഗകർത്തായെ ജയിച്ച് അവനെ പിന്നിലാക്കിക്കൊണ്ട് പരസ്യ ശുശ്രൂഷയിലേക്ക് വന്ന യേശു ക്രിസ്തുവിൻ്റെ ആണ് പിന്നീട് നാം കാണുന്നത്. ലാസറിൻ്റെ വീട്ടിലേക്ക്, ബേഥാന്യയിലുള്ള ആ ലാസറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവന് മനസ്സിലാകുന്നത്, മാർത്തയും മറിയയും ഒരുപോലെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം. അവനെ 4-ാം ദിവസം നാറ്റം വെച്ചിട്ടും അവനെ, ലാസറേ, നീ പുറത്തു വാ എന്ന് പറഞ്ഞ് അവനെ വെളിയിൽ വിളിച്ച് അവനെ ജീവിപ്പിക്കുന്നതായി നാം ഓരോരുത്തരും കാണുന്നുണ്ട്. ആ അത്ഭുതം കണ്ട അതേ മനുഷ്യർ തന്നെയാണ് ഞായറാഴ്ച നേരം വെളുത്തപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്ര തിരിച്ച ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്ന് യാത്ര തിരിക്കുന്നത് കണ്ട് അവരെല്ലാവരും സന്തോഷിക്കുകയും ആ ഊശാന പാടുകയും ചെയ്തത്. ഊശാന എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് കരുതട്ടെ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ ആ ഭരണ പരിഷ്കാരത്തിൽ അവർ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ കാലത്താണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്കുള്ള വരവ്. അതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഊശാന എന്ന് അവർ പറഞ്ഞ് അവനെ വാഴ്ത്തിയത് എന്ന് നമുക്ക് എവർക്കും അറിയാം. അതിനുശേഷം, അതായത് ഇന്നേ ദിവസം ഹാശാ തിങ്കളാഴ്ചയാണ്, നാളെ ഹാശാ ചൊവ്വാഴ്ചയാണ്, നാളെ കഴിഞ്ഞ് ആശാ ബുധനാഴ്ചയാണ്. അതിനുശേഷം പെസഹ വ്യാഴാഴ്ച വരുന്നു. പെസഹ വ്യാഴാഴ്ചയും ശേഷം അവൻ്റെ തിരുവത്താഴത്തിൻ്റെ അംശികൾ നമ്മൾ ഓരോരുത്തരും ആകുകയാണ്. ആ പെസഹ വ്യാഴാഴ്ചയിൽ അവർ ആ അപ്പത്തിൻ്റെ അംശികളായി തീർന്ന് നമുക്ക് പുതിയ ഒരു ആരാധന നമുക്ക് അവൻ കാണിച്ചു തന്നതായ ആരാധനയാണ് അവൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ദുഃഖവെള്ളിയാഴ്ച, സ്കീപൂസായുടെ വെള്ളിയാഴ്ച എന്നും വലിയ വെള്ളിയാഴ്ച എന്നും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും ഒക്കെ പറയുന്ന ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ജലപാനം പോലും ചെയ്യാതെ ആ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ 3 മണി കഴിഞ്ഞുള്ള സമയത്താണ് നാം ആദ്യമായി നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. നാം ഓരോരുത്തരും ആ വിശ്വാസത്തോടു കൂടിയുള്ള, ആ ദൃഢതയോടുകൂടിയുള്ള നമ്മുടെ ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ ആ പ്രാർത്ഥനയും അവൻ്റെ കഷ്ടാനുഭവത്തിലുള്ള നമ്മുടെ പങ്കുചേരലും, നമ്മൾ അതിൽ ഇഴുകിച്ചേരുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. അവൻ്റെ ആ കഷ്ടാനുഭവത്തെ സ്മരിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ അവനിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അനുഗ്രഹം പ്രാപിച്ച് ശേഷം പിന്നെ വരുന്നതാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. രാവിലെ എല്ലാവരും ദൈവ ആലയത്തിൽ ചെന്ന് നാം ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അവിടെ നിന്ന് ഉയർപ്പിൻ്റെ ഞായറാഴ്ചയായ അന്നേക്ക് നാം വളരെ ഒരുക്കത്തോടുകൂടി സന്തോഷത്തോടുകൂടി നാം അവിടെ എത്തുകയും ചെയ്യും. ഈ ആഴ്ചയിൽ നമുക്ക് യഥാർത്ഥ അനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ആ നോയമ്പിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ, ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 16-ാം തീയതിയാണ് നോമ്പ് ആരംഭിച്ചത്.
ആ നോമ്പ് വിടൽ ഏപ്രിൽ 5-ാം തീയതിയും ആയിരിക്കും. ഈ 50 ദിവസങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ ചെയ്യുകയും നമ്മളുടെ നാവിനെ അടക്കി നമ്മൾ സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുകയും മനസ്സിനെ നമ്മളുടെ കീഴടക്കിക്കൊണ്ട്, അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തെ കീഴടക്കി ആ ശരീരത്തിൻ്റെ ആ ഫീലിങ്സിനെ കീഴടക്കി നാം ഓരോരുത്തരും ഈ 50 ദിവസം കഴിഞ്ഞുവെങ്കിൽ ഒരു പാപം ഇന്നേ വരെ നമ്മൾ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടായെങ്കിൽ നമ്മുടെ ഈ വലിയ നോമ്പ് നമുക്ക് വലിയ അനുഗ്രഹപ്രദമായിരിക്കും. ഇതുവരെയും ആർക്കെങ്കിലും അതിന് സാധിച്ചില്ല എങ്കിൽ ഈ ആഴ്ച അതിനു വേണ്ടിയിട്ട് ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അവൻ്റെ ശക്തി എന്താണെന്നും അവൻ ആരാണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ ദൈവം സ്നേഹമാകുന്നു എന്ന് മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആന്തര്യങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവനാണ്. അവൻ ദയാലുവാണ്, അവൻ ശക്തിമാനാണ്. അവനെ കൊണ്ട് ഈ ലോകത്തിൽ നടക്കില്ലാത്ത ഒരു കാര്യവുമില്ല. അവന് നമ്മളെ ഇല്ലാതാക്കാനും അവന് നമ്മളെ വലിയ രീതിയിൽ സഹായിക്കുവാനും ഒക്കെ അവന് സാധിക്കും. അത് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, എപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ യഹോവയിൽ നിന്നും ദൂരെ പോയോ അപ്പോഴൊക്കെയും അവർക്ക് കഷ്ടത ഉണ്ടായി എന്നാണ്. എന്നാൽ എപ്പോഴൊക്കെ അവർ ദൈവത്തിൻ്റെ കൽപ്പനയും ന്യായപ്രമാണങ്ങളും പാലിച്ചിരുന്നുവോ അപ്പോഴൊക്കെയും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായാണ് നാം ഓരോരുത്തരും അതിൽ കാണുന്നത്. അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, നാം എപ്പോഴും ദൈവത്തിൽ ശരണപ്പെട്ട് കഴിയുന്നുവെങ്കിൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ അധരങ്ങളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ 39-ാം സങ്കീർത്തനം നാം ഉരുവിടേണ്ടതുണ്ട്. 23-ാം സങ്കീർത്തനം നാം ഉരുവിടേണ്ടതുണ്ട്. എപ്പോഴൊക്കെ നമുക്ക് അനുദപിക്കണമെന്ന് താല്പര്യമുണ്ടോ അപ്പോഴൊക്കെയും 6-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും 38-ാം സങ്കീർത്തനവും 51-ഉം 102-ഉം 129-ഉം 130-ഉം അതുപോലെ തന്നെ 142-ഉം 143-ഉം നാം വായിക്കുന്നുവെങ്കിൽ, അതായത് 7-ഉം 2-ഉം 9 സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുവെങ്കിൽ നമുക്ക് അനുതാപമുണ്ടാവും. അതിനുശേഷമാണ് എന്ന് കുമ്പസാരിക്കുകയോ അല്ലെങ്കിൽ ഹുസോയോ പ്രാപിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ആ കുർബാന അനുഭവം നമ്മൾ ഏൽക്കേണ്ടത്. ഈ ആ സാക്ഷിയിലെങ്കിലും നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഓരോ വിശ്വാസിയും ഓരോ 40 ദിവസം കഴിയുമ്പോൾ കുമ്പസാരിച്ച് വേണം കുർബാന അനുഭവിക്കുവാൻ വേണ്ടി. ഒരു കുമ്പസാരം മുതൽ അടുത്ത കുമ്പസാരം വരെയുള്ള ആ ഗ്യാപ്പിൽ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തുവോ അതൊക്കെയും നാം ഒന്ന് ഓർത്തെടുത്ത് ദൈവത്തിനു മുമ്പാകെ വളരെ പശ്ചാത്താപത്തോടു കൂടി നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമുക്ക് സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയായി ഇമ്പങ്ങളുടെ പരദീസയിൽ നമ്മുടെ രക്ഷിതാവിനോടൊപ്പം നമുക്ക് നിത്യതയിൽ ജീവിക്കാൻ സാധിക്കും. ആ 3-ാമത്തെ കിരീടം അങ്ങനെ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.